എന്തിനാണ് നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്? ആളുകൾ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവരെ പിടിച്ച് കേസെടുത്ത് ജയിലിലടയ്ക്കണമെങ്കിൽ ജയിലിലടയ്ക്കാം, മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. എന്തിനാ നിങ്ങളെ കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയൊരു ബോധവൽക്കരണമൊക്കെ നടത്തുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടാവാം. ഞങ്ങളൊന്നും ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്? അപ്പം ശരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ്. ഒന്ന്, ലഹരി വസ്തുക്കൾ വിൽക്കുന്ന, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ. രണ്ടാമത്തത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആളുകളെ. ഈ രണ്ട് കൂട്ടരെയും നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം എങ്ങനെയാണ് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുക? ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകളെ കുറിച്ച് പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് കേസെടുക്കുന്നത് പോലെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ആ ലഹരി വിൽപ്പന തടയുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെയുള്ള ലഹരി കേസുകൾ എടുത്ത് മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ അവരുടെ പ്രായം പലപ്പോഴും 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഞങ്ങൾ കേസ് എടുക്കുമ്പോൾ കേസിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ച്, ഒരുപക്ഷെ ജാമ്യം കൊടുക്കാവുന്ന കേസാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ തീർച്ചയായും അറിയിക്കേണ്ടതുണ്ട്. ജാമ്യം കൊടുക്കാൻ പറ്റാത്ത റിമാൻഡ് കേസുകളാണെങ്കിൽ പോലും രക്ഷിതാക്കളെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ കേസെടുത്ത് രക്ഷിതാക്കളെ അറിയിക്കുമ്പോഴാണ് ആദ്യമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്, എൻ്റെ കുട്ടി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ 2-3 വർഷമായി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അപ്പോഴിങ്ങനെയുള്ള ആളുകളെ 2-3 വർഷമൊക്കെ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിച്ച് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുത്ത് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം എന്തെന്നാൽ 2-3 വർഷമൊക്കെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറ് മുഴുവനായിട്ട് ഇതിന് അടിമപ്പെടുകയും പിന്നീട് ചികിത്സ കൊടുക്കുമ്പോൾ അവരിങ്ങനെയുള്ള ലഹരി വസ്തുക്കളിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുമെങ്കിലും പിന്നെയും പിന്നെയും പഴയ ഓർമ്മകളോ പഴയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പഴയ കൂട്ടുകാരെ കാണുമ്പോൾ, പഴയ കൂട്ടുകാർ വിളിക്കുമ്പോൾ ഒക്കെ പിന്നെയും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിച്ച് നന്നാക്കി കൊണ്ടുവരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്. അതായത് 100 പേരെ ചികിത്സിച്ചാൽ അതിൽ 5-6 പേര് ജീവിതത്തിൽ പിന്നീട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ സാധാരണ ജീവിതം നയിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 90% മുകളിൽ ആളുകളും പിന്നെയും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ കൗൺസിലിങ്ങും ചികിത്സയും ഒക്കെ കൊടുക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് രക്ഷിതാക്കൾക്ക് പലപ്പോഴും എളുപ്പമായി തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് കൗമാരക്കാരോ യുവാക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നില്ല. ഞങ്ങളിങ്ങനെയുള്ള കേസുകൾ പിടിക്കുമ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച പ്രതികളുടെ രക്ഷിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ ഞങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. ഈ ഉമ്മയോട് അല്ലെങ്കിൽ ഈ അമ്മയോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മകന് 1-1.5 വർഷം മുമ്പേ അല്ലെങ്കിൽ 5-6 മാസം മുമ്പേ ഞാൻ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ചില ഉമ്മമാർ അല്ലെങ്കിൽ ചില അമ്മമാരൊക്കെ
എൻ്റെ മകൻ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് അന്നേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കൗൺസിലിങ്ങും ചികിത്സയൊക്കെ കൊടുത്ത് എൻ്റെ മകനെ നന്നാക്കി എടുക്കാമായിരുന്നല്ലോ എന്ന് വിലപിക്കാറുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ തീർച്ചയായും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് കൗമാരക്കാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് പലപ്പോഴും ബോധവൽക്കരണം രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പിന്നീട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. എന്തിനു വേണ്ടിയാ? ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് അവർ പോകരുത്. പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നിയമപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മളുടെ കൗമാരക്കാരും യുവാക്കളും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അജ്ഞത കൊണ്ട് പല ആളുകളും പല കുട്ടികളും ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിൽ വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളിലും യുവാക്കളിലും രക്ഷിതാക്കളിലും കൃത്യമായ ബോധവൽക്കരണം കൊടുത്താൽ മാത്രമേ അവരിങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് പോകാതിരിക്കൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബോധവൽക്കരണ പരിപാടികൾ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ 2018-19 കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ബോധവൽക്കരണ പരിപാടികൾക്ക് ആളുകളെ സമീപിക്കുമ്പോൾ അവർ പറയാറുള്ളത്, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഞാൻ വരണോ? ചില രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെയുള്ള പാരമ്പര്യമൊന്നുമില്ല, എൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. ചില രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പേടിക്കണ്ട, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? അപ്പം ഞാൻ അവരോട് എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങള് ഇന്ന് മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കുന്ന ആൺകുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസിൽ പെട്ടുപോകുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞത്, ഈ മയക്കുമരുന്ന് കേസിൽ പെട്ടുപോകുന്ന 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കൗമാരക്കാരാണ് അല്ലെങ്കിൽ യുവാക്കളാണ്. 3-4 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹാലോചനയുമായിട്ട് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേ ഇവർക്ക് മറുപടിയില്ല. എനിക്കറിയാം, വിവാഹം കഴിഞ്ഞ് 15 ദിവസം മുതൽ 2-2.5 വർഷം സമയത്തിനുള്ളിൽ വിവാഹമോചനം നേടിയ ഒരുപാട് യുവതികൾ അവരുടെ രക്ഷിതാക്കളും ഈ കല്യാണം കഴിച്ച ആൾക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവർക്ക് കൗൺസിലിങ്ങും ചികിത്സയും കൊടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവർ നന്നായി വരില്ല അല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ബോധ്യം കൊണ്ട് വിവാഹമോചനം നേടിയതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊന്നും ഒരാളും വിചാരിക്കേണ്ട. അതുമാത്രമല്ല, മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നത് പലപ്പോഴും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന യുവ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ഡോക്ടർമാരൊക്കെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ പഠനം കഴിഞ്ഞ് അവർ ചികിത്സക്ക് വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോ, നമ്മൾ ചികിത്സക്ക് പോകുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ ചികിത്സക്ക് പോകുന്ന ഒരു ക്ലിനിക്കിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അവർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മൾക്ക് തരുന്ന ചികിത്സ എങ്ങനെയുള്ളതായിരിക്കും? അതിനെന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതുപയോഗിക്കുന്ന യുവ എഞ്ചിനീയർമാർ അവരുടെ പഠനം കഴിഞ്ഞ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി നല്ലൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എഞ്ചിനീയർമാരെയും ആർക്കിടെക്റ്റുമാരെയും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന വീട് എങ്ങനെയായിരിക്കും? അവർ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പാലങ്ങൾ, അവരുണ്ടാക്കുന്ന റോഡുകൾ, അതൊക്കെ ഒരു സാമൂഹ്യ ഭീഷണിയായി തുടരും. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ വാഹനാപകടങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പലപ്പോഴും 70% വാഹനാപകടങ്ങളും നടക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചിട്ടാണ്.
ഈ വാഹനാപകടങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ? ആണോ? ഒരിക്കലും അല്ല. നിഷ്കളങ്കരായിട്ടുള്ള ചെറിയ കുട്ടികളോ പ്രായമുള്ള ആളുകളോ ഇങ്ങനെയുള്ള ലഹരി എന്ന് പറയുന്ന പേര് പോലും കേട്ടിട്ടില്ലാത്ത ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള വാഹനാപകടങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത്. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, പിന്നെയോ അവരുടെ കുടുംബത്തിൽപ്പെട്ട, അവരുടെ നാട്ടിലുള്ള, അവരുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അവർ ഭീഷണിയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും കൊലപാതകങ്ങൾ വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, അയൽ നാടുകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതുകൊണ്ട് ജന പിന്തുണയോടുകൂടി സമൂഹത്തിലെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മകൾ, ഇതേപോലെയുള്ള കുടുംബ സംഗമങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത്, എന്ത് കാരണം കൊണ്ടാണ് കൗമാരക്കാരും യുവാക്കളും ഒക്കെ ലഹരി ഉപയോഗം തുടങ്ങുന്നത്? രണ്ടാമത്തത്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും? ലക്ഷണങ്ങൾ കണ്ടിട്ട് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് ഉമ്മമാരെന്നുള്ള നിലക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളിലുള്ള പെരുമാറ്റത്തിലുള്ള, സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ട് അത് ലഹരി ഉപയോഗത്തിൻ്റെതാണെങ്കിൽ അത് തിരിച്ചറിയണം. അതുകൊണ്ട് രണ്ടാമത്തത്, ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ കൗമാരക്കാരിലും യുവാക്കളിലും ഒക്കെ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും? മൂന്നാമത്തത്, ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും? നാലാമത്തത്, ലഹരി ഉപയോഗത്തിലേക്ക് പോകാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവസാനമായിട്ട് ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേത് എന്ത് കാരണം കൊണ്ടാണ് കൗമാരക്കാരും യുവാക്കളും ഒക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്? അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം, ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇവരൊക്കെ ലഹരി ഉപയോഗം തുടങ്ങുന്നത്? എനിക്ക് അങ്ങോട്ട് വരാമോ? നിങ്ങളെ വീഡിയോ കട്ടാവുമോ? എന്ത് കാരണം കൊണ്ടാണ് യുവാക്കളും കൗമാരക്കാരും ഒക്കെ ലഹരി ഉപയോഗം തുടങ്ങുന്നത്? എന്താ കാരണം? കൂട്ടുകെട്ട്, അല്ലേ? കൂട്ടുകാര് അല്ലെങ്കിൽ കൂട്ടുകെട്ട്. പിന്നെയോ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കൂട്ടുകെട്ടാണ് ഏറ്റവും പ്രധാനം. പിന്നെയോ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അല്ലേ? പണം സമ്പാദിക്കുക. വേറെയോ? കുടുംബ പ്രശ്നങ്ങൾ. പിന്നെയോ? കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ പറയും, കൗമാരക്കാരും കുട്ടികളൊക്കെ കുറെ ആളുകളുണ്ട്. എന്താ കാരണം? കൗതുകമുണ്ടോ? ഇതൊക്കെ നല്ല സാധനമാണെന്നൊരു തോന്നൽ ചില കുട്ടികൾക്കുണ്ട്. അല്ലെങ്കിൽ ചില കൂട്ടുകാര് പറയും, ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അല്ലേ? അപ്പൊ ചില കൗതുകം കൊണ്ട്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ചില കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങാറുണ്ട്. വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പൊ ഇതില് ആദ്യം പറഞ്ഞത് കൂട്ടുകാരുടെ പ്രശ്നമാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൂട്ടുകാരുണ്ടല്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ കൂട്ടുകാരുണ്ട്. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണോ? ആണോ? അല്ലേ? നിങ്ങൾ പറയണം, നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാര് നല്ല കൂട്ടുകാരാണോ? ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപക്ഷെ രക്ഷിതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും, പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ അവരുടെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ പിടിക്കപ്പെടുന്ന കൗമാരക്കാരോട് അല്ലെങ്കിൽ യുവാക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ ലഹരി വസ്തു ആരാണ് തന്നത്? എവിടുന്നാ കിട്ടിയത്? ആരാണ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്?
അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ കുറേ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ആരാ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്, ആരാ തന്നത്, എവിടെ നിന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ 18, 20, 25 വയസ്സുള്ള യുവാക്കൾ പറയാറുള്ളത്, അല്ലെങ്കിൽ കൗമാരക്കാർ പറയാറുള്ളത്, എൻ്റെ കൂട്ടുകാരനാണ് തന്നത്, ഞാൻ എങ്ങനെ വേണ്ട എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഇത് മോശപ്പെട്ട സാധനമാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? മോശപ്പെട്ട സാധനമാണെന്ന് അറിയാമായിരുന്നില്ലേ, പിന്നെ എന്തിനാ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ പറയാറുള്ളത്, കൂട്ടുകാരനാണ് തന്നത്, ഞാൻ എങ്ങനെയാണ് വേണ്ടാന്ന് പറയാ? കൂട്ടുകാരൻ തന്ന സാധനം ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർ കളിയാക്കും, ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് പറയും, എന്നെ കൂട്ടത്തിൽ കൂട്ടില്ല. ചില കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്, കൂട്ടുകാർ പറഞ്ഞത്രേ, ഈ കുട്ടി പറഞ്ഞു കൂട്ടുകാരനൊരു സാധനം കൊടുത്തപ്പോൾ ഞാൻ വാങ്ങില്ല, ഞാൻ ഉപയോഗിക്കില്ല, എൻ്റെ ഉപ്പ അറിഞ്ഞാൽ പ്രശ്നമാവും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആളുകൾ, മറ്റാളുകൾ, ചേട്ടനോ ഉമ്മയൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത്രേ, നിനക്ക് ഉപ്പയെ പേടിയാണല്ലേ, നീയൊക്കെ ഒരാണാണോടാ, നിനക്ക് ഉമ്മയെ പേടിയാണല്ലേ, നീയൊക്കെ ഒരാണാണോടാ. അപ്പൊ കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 10ാം ക്ലാസ്, +1, +2, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂട്ടുകാർക്കിടയിൽ അവന് കിട്ടുന്ന സ്വീകാര്യത, അംഗീകാരം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാ. കൂട്ടുകാർ കളിയാക്കിയാൽ, നീ ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീയൊക്കെ ഒരാണാണോടാന്ന് ചോദിച്ചാൽ, ആണാണെന്ന് തെളിയിക്കാൻ അവരെന്തും ചെയ്യും. കൂട്ടുകാർ കൊടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചാലേ ആണാവൂ എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടുകാർ കൊടുത്ത സാധനം അവർ വാങ്ങി ഉപയോഗിക്കും. പേടിത്തൊണ്ടനാണ്, ഇവനെ കൂട്ടത്ത് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്ത് കൂട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ചെയ്യല്ലേ? ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണ്, അവർക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ, അവരുടെ വീട് എവിടെയാണ്, അവരുടെ രക്ഷിതാക്കൾക്ക് എന്താണ് ജോലി, ഇതൊക്കെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾക്കറിയില്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു 3 ദിവസം മുമ്പേ വാഴക്കാട് ഭാഗത്തുനിന്ന് ഞാനവിടെ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെ നിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ 18 വയസ്സുള്ള മകന് നിങ്ങൾ സാറ് പറഞ്ഞ പോലുള്ള കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അത് ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, രാത്രി ഉറക്കില്ലേ, ഭക്ഷണത്തിൻ്റെ അളവ് കുറവാണോ, ശരീരം ക്ഷീണിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ ചോദിച്ചു. അപ്പോഴീ ഉമ്മ പറഞ്ഞു, കുറേയൊക്കെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ കുറേയൊക്കെ ലക്ഷണങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, രാത്രി സമയത്ത് പുറത്തു പോകാറുണ്ടോ? അപ്പം ഈ ഉമ്മ പറഞ്ഞു, വൈകുന്നേരം ഒരു 6:30 മണിയാകുമ്പോൾ പുറത്തേക്ക് പോകും, പിന്നെ തിരിച്ചു വരുന്നത് ഒരു 8 മണി 8:30 മണിയാകുമ്പോഴാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്, അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ചോദിച്ചു, വീട്ടിൽ വന്ന ശേഷം പിന്നെ പോകാറുണ്ടോ? അപ്പോഴീ ഉമ്മ പറയാണ്, ഞങ്ങളൊരു 10 മണിയാകുമ്പോഴേക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, അതിന് ശേഷം മകൻ പുറത്തു പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു, നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം മകൻ പുറത്തു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിലെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന 18 വയസ്സുള്ള മകൻ ഈ വീട്ടുകാർ മുഴുവൻ കിടന്നുറങ്ങിയ ശേഷം പിന്നെ വാതിൽ തുറന്ന് പുറത്തു പോയി എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രക്ഷിതാവിന് പോലും അറിയില്ല. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ചിലപ്പോൾ വഴിയിൽ വന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാതെ നമ്മുടെ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. എങ്ങനെയുള്ള കൂട്ടുകാര്? നമ്മളെ കുട്ടികളെ എങ്ങനെ വിളിച്ചുകൊണ്ട് പോകും? അവൻ്റെ കൂട്ടുകാര് വഴിയിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാതെ വഴിയിൽ നിന്ന് നമ്മുടെ കുട്ടിയുടെ പേര് വിളിക്കും, എന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകും. ആ കൂട്ടുകാർ നമ്മളെ വീട്ടിലേക്ക് വരില്ല.
ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത, ബൈക്ക് ഓടിക്കാൻ അറിയാത്ത, ലൈസൻസ് ഇല്ലാത്ത നമ്മളെ കുട്ടികളെ, 16-17 വയസ്സുള്ള കുട്ടികളെ അവരുടെ കൂട്ടുകാർ വാഹനവുമായിട്ട് വന്ന്, സ്കൂട്ടറോ ബൈക്കൊക്കെ ആയിട്ട് വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിലെന്തോ അപകടമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇടക്കിടക്ക് നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചിട്ട് ഒരു ചായക്കൊന്ന് കൊടുക്കുക. എന്തിനാ അവരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇടയ്ക്കൊരു ചായ കൊടുത്താൽ മതി. അവർ നമ്മുടെ കുട്ടികളോട് പെരുമാറുന്നത്, നമ്മളോട് പെരുമാറുന്നത് ഒക്കെ സാധാരണ രീതിയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്ന് സന്ദർശിക്കുക. സ്കൂളോ കോളേജോ ഏതായാലും മതി. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്ന് സന്ദർശിച്ചിട്ട് കുട്ടിയുടെ അധ്യാപകരോട് നമ്മൾ ചോദിക്കേണ്ടത്, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സ്വഭാവ മാറ്റമുണ്ടോ? കാരണം പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് രക്ഷിതാക്കളുടെ കൂടെ അല്ല, പിന്നെയോ അവരുടെ കൂട്ടുകാരുടെ കൂടെയും അവരുടെ അധ്യാപകരുടെ കൂടെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്കൂൾ സന്ദർശിച്ചിട്ട് അവരുടെ ക്ലാസ് ടീച്ചറെ കണ്ടിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, എൻ്റെ മകൻ എന്തെങ്കിലും സ്വഭാവ മാറ്റമുണ്ടോ? കൂട്ടുകാരോട് അല്ലെങ്കിൽ അധ്യാപകരോട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? സ്കൂളിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് ഇടക്കിടക്ക് പുറത്തേക്ക് പോകുന്നുണ്ടോ? രാവിലെ സ്കൂളിലേക്ക് പോവാണ് അല്ലെങ്കിൽ കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോളേജിലും സ്കൂളിലും എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് വാങ്ങി പരിശോധിക്കണം. പലപ്പോഴും ഞങ്ങൾ പകൽ സമയത്തൊക്കെ ഇങ്ങനെയുള്ള ചില കുട്ടികളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയ കുട്ടികളെ പല സ്ഥലത്തു നിന്നും പിടികൂടാറുണ്ട്. അപ്പോൾ ഇവരുടെ ബാഗ് പരിശോധിക്കുമ്പോൾ പല ആളുകളുടെയും പല കുട്ടികളുടെയും ബാഗിൽ നിന്ന് ചില കളർ ഡ്രസ്സുകളൊക്കെ യൂണിഫോമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്ന സമയത്ത് കളർ ഡ്രസ്സ് എടുത്തിട്ട് ബാഗിലിടും. എന്നിട്ട് സ്കൂളിലോ കോളേജിലോ എത്താതെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുക. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സന്ദർശിച്ചിട്ട് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോയ കുട്ടി എല്ലാ ദിവസവും അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ചില കുട്ടികൾ വഴിതെറ്റി പോവാറുണ്ട്. കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവന് പറയാനുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് അവൻ്റെ രക്ഷിതാക്കളാണ്. പക്ഷെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സമയമില്ലാത്തതും ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നടന്ന തിരക്കുകളൊക്കെ കൊണ്ട് കുട്ടികളോട് സംസാരിക്കാനോ കുട്ടികളോട് ഇടപഴകാനോ ഒന്നും രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കഴിയുന്നത്ര സമയം കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക. അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയാനും അത് കേൾക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ രക്ഷിതാക്കളാണ് ശ്രമിക്കേണ്ടത്. കുട്ടികൾക്ക് ആശ്രയിക്കാൻ രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ പറയാനും അതിന് പരിഹാരം കണ്ടെത്താനും ഒന്നും രക്ഷിതാക്കൾക്ക് സമയമില്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഈ പരിഹാരം കാണുന്ന, ഇങ്ങനെ എൻ്റെ വിഷമത്തിന് പരിഹാരം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോവാം. പലപ്പോഴും അവൻ്റെ കൂട്ടുകാരാണ് ഇതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കാറുള്ളത്. കൂട്ടുകാരാണ് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് തോന്നും എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എൻ്റെ കൂട്ടുകാരെയാണ്. അതുകൊണ്ടാണ് കുട്ടി രക്ഷിതാക്കളെ അവഗണിച്ചിട്ട് കൂട്ടുകാർ പറയുന്ന തീരുമാനങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ വീട്ടിലുണ്ടാകുന്ന പലതരത്തിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ കുട്ടിയുടെ വളർച്ചയെ മാത്രമല്ല അവൻ്റെ മാനസിക നിലയൊക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ചില കുട്ടികൾ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിലേക്ക് പോകാറുണ്ട്. രക്ഷിതാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവരുടെ കുട്ടികൾ ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില കുട്ടികൾക്ക് കൗതുകം ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ നല്ല സാധനമാണോ? അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇതൊക്കെ നല്ല സാധനമാണെന്ന് തോന്നുന്നുണ്ടോ?
ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഇതുപയോഗിച്ചാൽ സന്തോഷം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതുപയോഗിച്ചാൽ മാനസിക സമ്മർദ്ദം കുറയോ, ടെൻഷൻ കുറയോ എന്നൊക്കെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുള്ളത്, ഷുഗറുള്ള ആളുടെ ഒരു ഉദാഹരണമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഷുഗറുള്ള ആൾക്കാരുണ്ടോ? അതേ ഉള്ളൂ. ഷുഗറുള്ള ആൾക്കാരുണ്ടോ? ഈ ഷുഗറുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നാൽ ആദ്യം എന്താ ചെയ്യുക? ഷുഗറുള്ള ആൾക്കാർ വീട്ടിൽ വിരുന്ന് വന്നാൽ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ സ്വകാര്യമായിട്ട് പോയി ചോദിക്കും, ചായയിൽ മധുരം പറ്റുമോ? അപ്പോൾ അവരെന്താ പറയാ? മധുരം ഇടണ്ട. അപ്പോൾ നമ്മൾ തീരെ മധുരമില്ലാത്ത ചായ കൊണ്ടുപോയി കൊടുത്തു. ഈ ചായയുടെ കൂടെ നല്ല മധുരമുള്ള ലഡു കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴെന്താ സംഭവിക്കുക? ഈ ഷുഗറുള്ള ആളുകൾക്ക് മധുരപലഹാരങ്ങളോട് ഭയങ്കര ആഗ്രഹം അത് കഴിക്കാൻ. ഈ മധുരമുള്ള ലഡു കാണുമ്പോഴേ ഇവരുടെ തലച്ചോറ് ഇയാളോട് പറയാണ്, എന്താ പറയാ, ഒന്നെടുത്ത് കഴിച്ചോ, ഒന്ന് കഴിച്ചോ. തലച്ചോറ് പറയാ. കാരണം തലച്ചോറിന് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം, നല്ല മധുരം ഉണ്ടാവുന്ന തലച്ചോറിന് അറിയാം. അപ്പൊ തലച്ചോറ് ഈ ലഡു കാണുമ്പോൾ പറയും, ഒന്നെടുത്ത് കഴിച്ചോ. അപ്പൊ ഇയാളുടെ മനസ്സ് പറയും, മനസ്സല്ലെങ്കിൽ മനസാക്ഷി അല്ലേ, കേട്ടല്ലേ, മനസാക്ഷിയുള്ളവനാണ് മനുഷ്യൻ. നമ്മളെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആരാ? മനസാക്ഷിയാണ്, മനസ്സാണ്. മനസ്സ് പറയും, മനസ്സെന്താ പറയാ, തലച്ചോറ് ലഡു എടുത്ത് കഴിച്ചോളാൻ പറയുമ്പോൾ മനസ്സ് പറയും, കഴിക്കണ്ടേ, ഷുഗർ കൂടും അല്ലേ, പറയും. പക്ഷെ തലച്ചോറിന് ഇത് കിട്ടിയേ തീരൂ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി തലച്ചോറ് എന്താ ചെയ്യാന്നറിയോ? തലച്ചോറ് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും, ഒന്ന് കഴിച്ചോട്ടെ, ഇത് അവസാനത്തത് അല്ലേ, ഇത് അവസാനത്തത്. ചില ആൾക്കാർ പറയും, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ, ഒരു കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു ആഘോഷ പരിപാടിക്കൊക്കെ അല്ലേ ഉള്ളൂ. ഇതാരാ പറയുന്നത്? തലച്ചോറ് പറയണത്. കാരണം തലച്ചോറിന് ഇത് എങ്ങനെങ്കിലും കിട്ടണം. അപ്പൊ തലച്ചോറ് പറയും ഇത് അവസാനം. ചില ആൾക്കാർ പറയും ഡിസംബർ 31 കൂടി അങ്ങനെ സമാധാനിക്കും. പക്ഷെ പിന്നെയും അപ്പൊ തലച്ചോറിന് ഇത് എങ്ങനെങ്കിലും കിട്ടണം. അത് കിട്ടാൻ വേണ്ടി തലച്ചോറ് പ്രയോഗിക്കുന്ന ഒരു വിദ്യയാണ് ഇത് അവസാനത്തത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ, ഡിസംബർ 31 കൂടി നിർത്താം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇയാൾ വിചാരിക്കും, എന്നാ പിന്നെ അവസാനത്തല്ലേ, ഒരു ലഡു ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഇയാൾ ഈ നല്ല മധുരമുള്ള ലഡു ഒന്നെടുത്ത് കഴിക്കും. അപ്പത്തൊട്ട് മനസ്സ് ഇയാളോട് എന്താ പറയാ? നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ? നീ ചെയ്തത് തെറ്റാണ്, ചിലപ്പോൾ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ പിറ്റേ ദിവസം ഇയാൾ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്താൽ ഷുഗർ കൂടിയിട്ടുണ്ടാവില്ലേ? ഷുഗർ ഒരു 380 എത്തിയിട്ടുണ്ടാവും. അപ്പത്തൊട്ട് മനസ്സ് ഇയാളെങ്ങനെ കുറ്റപ്പെടുത്തും, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലായിരുന്നോ, കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ ഇയാൾക്ക് കുറ്റബോധം ഉണ്ടാവും, തെറ്റ് ചെയ്തു പോയല്ലോ. കുട്ടികളെങ്ങനെ പരീക്ഷയിൽ ഒരു അറിയാവുന്ന ഉത്തരം 2-3 എഴുതാൻ മറന്നുപോയാൽ ഭയങ്കര കുറ്റബോധ ആണോ? കുട്ടികളില്ലേ, അറിയാവുന്ന ഉത്തരം പരീക്ഷയിൽ എഴുതാൻ മറന്നുപോയി, വീട്ടിലെത്തിയ ശേഷമാണ് ഇത് കാണുന്നത്. അതേപോലെ ഈ ലഡു കഴിച്ച ഷുഗറുള്ള ആൾക്ക് ഇത് കഴിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധ. പിറ്റേ ദിവസം ഇയാൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ കൂടുതലാ. അപ്പത്തൊട്ട് മനസ്സ് പറയും, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലായിരുന്നോ? കുറ്റപ്പെടുത്തൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇതാണ് പ്രശ്നം. ഇവരോരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഇവർക്ക് ഭയങ്കര കുറ്റബോധം, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് മോശപ്പെട്ട സാധനമാണ്. ആണോ അല്ലേ? മദ്യപിക്കുന്ന ആൾക്ക് അറിഞ്ഞൂടെ അത് മോശപ്പെട്ട സാധനമാണെന്ന് അറിയില്ലേ? സിഗരറ്റ് വലിക്കുന്ന ആൾക്കറിയാം അത് മോശപ്പെട്ട സാധനമാണെന്ന്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കും അറിയാം അത് മോശപ്പെട്ട സാധനമാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന സമയമാകുമ്പോഴേക്ക് തലച്ചോറ് ചോദിക്കും, എന്ത് അല്ലെന്ന് വേണ്ടേ? ഒരു 18 വയസ്സുകാരൻ്റെ അമ്മ, എൻ്റെ ബോധവൽക്കരണ ക്ലാസ്സിലിരുന്ന ഒരമ്മ ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം എൻ്റെ ITIയിൽ പഠിക്കുന്ന 18 വയസ്സുള്ള മകൻ കൊലായിൽ വെച്ചിരുന്ന അച്ഛൻ്റെ ഹെൽമെറ്റ് എടുത്ത് അടിച്ച് പൊടിയാക്കി മുറ്റത്തൊരു കുഴി ഉണ്ടാക്കി അതിലിട്ട് മൂടി. എന്നിട്ട് ഈ മകൻ പറയാണ്, അവനെ ഞാൻ ശരിയാക്കി. ആരെ ശരിയാക്കി എന്നാ ഉദ്ദേശിച്ചത്? അച്ഛനെ അല്ല. ഇവൻ അച്ഛനോട് അമ്മയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ കുട്ടി ഈ സംഭവം നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു 8 മാസം മുമ്പേ
മയക്കുമരുന്ന് ഒരാൾ കൊടുത്തത് വാങ്ങി, ഇവനോട് സൗഹൃദം കൂടിയ ഒരാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് തോന്നി. അപ്പോഴേ ഈ കുട്ടിക്ക് ഈ സാധനം ഉപയോഗിച്ച ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. അത് രാത്രി ഉറക്കില്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, അച്ഛനോടും അമ്മയോടും ഭയങ്കര ദേഷ്യം, പഠിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി, ഞാൻ ഈ സാധനം ഉപയോഗിച്ച ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം ഇത് കൊടുത്ത ആളോട് ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യ. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് കുട്ടിക്ക് തോന്നും, കുട്ടിയുടെ തലച്ചോറ് ചോദിക്കുക, എന്താ ചോദിക്കുക? അല്ലെന്ന് വേണ്ടേ? അങ്ങനെ ചോദിക്കുക. എന്താ ചോദിക്കുക? അല്ലെന്ന് വേണ്ടേ? അപ്പം കുട്ടി എന്ത് ചെയ്യും? എവിടുന്നെങ്കിലൊക്കെ പൈസ സംഘടിപ്പിച്ചിട്ട് ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഇവൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളോട് തന്നെ ഈ സാധനം പോയി വാങ്ങുകയും ചെയ്യും. പക്ഷെ അയാളോട് ഭയങ്കര ദേഷ്യ. അപ്പൊ കുട്ടിക്ക് അറിയാം എന്ത്, ഇത് മോശപ്പെട്ട സാധനമാണെന്ന്. അപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത് മോശപ്പെട്ട സാധനമാണെന്ന്, നല്ല സാധനമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന സമയമാകുമ്പോഴേക്ക് തലച്ചോറിന് ഇത് കിട്ടിയേ തീരൂ. അപ്പൊ തലച്ചോറ് എന്തെങ്കിലുമൊക്കെ വിദ്യ പ്രയോഗിച്ച് ഇത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ ഷുഗറുള്ള ആൾ ലഡു കഴിച്ച പോലെ തന്നെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഭയങ്കര കുറ്റബോധ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധ. ഈ കുറ്റബോധം കൊണ്ടാണ് ഇവര് വീട്ടിൽ പോയിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്നത്. ഒരു കല്യാണ വീട്ടിലോ വേറെന്തൊരു ആഘോഷ പരിപാടിക്കോ പോയാൽ അവിടെ അടിയുണ്ടാക്കുന്നത്, ട്രാഫിക്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ചെറിയ ഗതാഗത കുരുക്കിനൊക്കെ ഇറങ്ങി അടിയുണ്ടാക്കുന്നത്, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം നേരം വൈകിയതിന്, അല്ലെങ്കിൽ പപ്പടം കൊടുക്കാത്തതിന്, അല്ലെങ്കിൽ മന്തിക്ക് ചൂടില്ലാത്തതിന്, ഇതിനൊക്കെ അടിയുണ്ടാക്കുന്ന ആളുകൾക്ക് ഭയങ്കര കുറ്റബോധമാണ്. ഇവർ ലഹരി ഉപയോഗിച്ചതിലുള്ള കുറ്റബോധം. ഈ കുറ്റബോധമാണ് പിന്നീടുണ്ടാവുന്ന മാനസിക രോഗത്തിൻ്റെ അടിത്തറ. അപ്പൊ കുറ്റബോധം സ്ഥിരമായിട്ടുണ്ടാവുമ്പോൾ ഇവർക്ക് സംശയരോഗം, ഉത്കണ്ഠ, വിഷാദം പോലെയുള്ള ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ സാധനം ഉപയോഗിച്ചിട്ട് ടെൻഷൻ കൂടിയോ കുറഞ്ഞോ? ടെൻഷൻ കൂടിയോ കുറഞ്ഞോ? ടെൻഷൻ കൂടി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് സന്തോഷം ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടെങ്കിൽ എന്തിനാ വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ കഴുത്തിന് വെട്ടുന്നത്? സന്തോഷമുള്ള ആളുകൾ ഉമ്മയുടെ കഴുത്തിന് വെട്ടുവോ? അല്ലെങ്കിൽ ഭാര്യയെ കത്തിയോണ്ട് കുത്തി കൊലപ്പെടുത്തുവോ? ഇല്ല. അപ്പൊ നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതൊക്കെ മോശപ്പെട്ട സാധനമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഒരു കള്ളുകുടിയനുണ്ടെങ്കിൽ അയാളൊരു വെറുക്കപ്പെട്ട ആളായിരുന്നു. ആണോ അല്ലേ? അയാൾ കള്ളുകുടിയനെന്ന് പറയും. കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ തന്നെ മോശപ്പെട്ട, നമ്മൾ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ഒരാളാണെന്ന് ആയിരുന്നു അന്നൊക്കെ ഒരു വെപ്പ്. പക്ഷെ ഇന്നോ അവസ്ഥ മാറി ഇല്ലേ? ഒരുപക്ഷെ സമൂഹത്തിൽ ഇതിനൊക്കെ കിട്ടുന്ന സ്വീകാര്യത കൊണ്ടാണ് ഇന്ന് കൗമാരക്കാരും യുവാക്കളുമൊക്കെ ഇതൊക്കെ നല്ല സാധനമായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചാൽ ഒരു സ്റ്റാറ്റസ് സിമ്പലുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ദുരുപയോഗത്തിലേക്ക് പോകുന്നത്. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. നിങ്ങളുടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികളുണ്ടോ? എല്ലാ കുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ഫോണിൽ കുറേ ആപ്പുകളുണ്ട്. എന്തൊക്കെ ആപ്പുകളാണ് ഫോണിലുള്ളത്? രക്ഷിതാക്കൾ പറയൂ. നിങ്ങൾക്കറിയോ? കുറച്ചൊക്കെ അറിയാം അല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെയോ യൂട്യൂബും ഫേസ്ബുക്കും നിങ്ങൾക്ക് അറിയാം. വാട്സപ്പും അറിയാം അല്ലേ? അതെല്ലാവർക്കും അറിയാം. പിന്നെയോ ഇൻസ്റ്റഗ്രാം. അതാ കുട്ടികളാണ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് ലഹരി വസ്തുവും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളാണ് തലകറക്കം, തലവേദന, ഛർദി, ശരീരവേദന, പനി, കുളിര്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അതിൽ ശ്രദ്ധിക്കണേ. കള്ളം പറയാ, മുഖത്ത് നോക്കാതെ സംസാരിക്കുക,
കുട്ടികൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം. നിങ്ങളുടെ മുഖത്തേക്ക്, രക്ഷിതാക്കളുടെ മുഖത്തേക്കും കണ്ണിലേക്കൊന്നും നോക്കാൻ താല്പര്യമില്ലാതെ പെട്ടെന്ന് കുട്ടികൾ വീടിനകത്തേക്ക്, റൂമിനകത്തേക്ക് കയറിപ്പോയി വാതിലടച്ച് കുറ്റിയിടുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. ഞാൻ പറഞ്ഞു കേട്ടോ? വീട്ടിലേക്ക് പ്രത്യേകിച്ച് രാത്രി സമയത്ത് കുട്ടികൾ കയറി വരുമ്പോൾ രക്ഷിതാക്കളുടെ മുഖത്ത് നോക്കാതെ, രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാൻ സമയമില്ലാതെ സ്വന്തം റൂമിലേക്ക് ഓടിക്കയറി പോയിട്ട് വാതിൽ കുറ്റിയിടുന്നുണ്ടെങ്കിൽ അപകടമാണ്. രാത്രി ഉറക്കമില്ലാതിരിക്കുക, ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, കാരണമില്ലാതെ ഒരു പ്രത്യേക തരം ദേഷ്യം വന്നാൽ ചിലപ്പോൾ രക്ഷിതാക്കളെ ഉപദ്രവിക്കുകയും വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ദേഷ്യം, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം. അതേപോലെ ഒറ്റയ്ക്കിരിക്കുക, കാരണമില്ലാതെ ചിരിക്കുക, കാരണമില്ലാതെ കരയുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഓർമ്മക്കുറവ്, ധിക്കാരം, നിസ്സഹകരണം, എന്ത് പറഞ്ഞാലും കേൾക്കൂല. രാത്രി സമയത്ത് പുറത്ത് കറങ്ങാൻ പോവുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 17 വയസ്സുകാരൻ, ഞങ്ങൾ ശ്രദ്ധിക്കണേ, ഞങ്ങളൊരു കേസെടുത്തിട്ട് ഈ കേസിൽപ്പെട്ട മയക്കുമരുന്ന് വിൽക്കുന്ന പ്രതിയെ ജീപ്പിലിരുത്തിയിട്ട് ഞാൻ അയാളെ അടുത്തിരുന്നു. അപ്പോൾ കുറേ കേസിൻ്റെ കാര്യങ്ങളൊക്കെ, രേഖകളൊക്കെ എഴുതാൻ വേണ്ടി ഓരോരുത്തരും പേപ്പറൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുടെ ഫോണിലേക്ക് നിരന്തരം ഇങ്ങനെ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഒരു കോള് ഞാൻ നോക്കുമ്പോൾ ഒരു പേര്, ഈ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു പേര്. അപ്പം ഞാൻ ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇയാൾ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആ സൗണ്ട് ലൗഡ് സ്പീക്കറിലിട്ടപ്പോൾ ഞാൻ ആ സൗണ്ട് ഞാൻ എവിടെയോ കേട്ട സൗണ്ടാണ്. അപ്പോൾ ഈ അങ്ങേ തലക്കാൽ വിളിച്ച ആളെ കുട്ടി എന്താ പറയുന്നതെന്നറിയോ? ശ്രദ്ധിക്കണേ, ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളെ വിളിച്ച കുട്ടി പറയാണ്, ഞാൻ ഉപ്പയെ പറ്റിച്ച് വേറെ സിം എടുത്തു. ശ്രദ്ധിക്കണേ, ഞാൻ ഉപ്പയെ പറ്റിച്ച് വേറെ സിം എടുത്തു, ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ. രാത്രി 8:45 പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ, പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മുന്നേ കൗൺസിലിങ്ങിനും ചികിത്സക്കൊക്കെ കൊണ്ടുപോയ കുട്ടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് ഈ പ്രതി കാണാതെ ജീപ്പിൻ്റെ പുറകെ പോയിട്ട് ഇരുട്ടത്ത് അവിടെ പോയിട്ട് ഈ വിളിച്ച കുട്ടിയുടെ ഉമ്മയെ വിളിച്ചു. കാരണം കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ഈ ഉമ്മയാണ്, ചികിത്സക്ക് കൊണ്ടുപോകാൻ ഈ ഉമ്മയാണ് കുട്ടിയുടെ കൂടെ വന്നത്. അപ്പോൾ ഉമ്മയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ഉമ്മയെ വിളിച്ചിട്ട് ഈ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ മോനിപ്പോൾ എവിടെയാണ് ഉള്ളത്? ശ്രദ്ധിക്കണേ, എന്താ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ മോനിപ്പോൾ എവിടെയുള്ളത്? അപ്പം ഈ ഉമ്മ പറയാണ്, ആ മോനിപ്പോൾ ഉഷാറായി, ഇപ്പോൾ പഴയ പോലെ ഒരു പരിപാടിയില്ല, നല്ല കുട്ടിയായി. അന്ന് നമ്മൾ കൗൺസിലിങ്ങും ചികിത്സയൊക്കെ കൊടുത്ത ശേഷം കുട്ടി നല്ല കുട്ടിയായി, പഴയ പോലെ ഒരു പ്രശ്നമില്ല, രാത്രി സമയത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എവിടെയുള്ളത് ചോദിച്ചു. അപ്പം ഈ ഉമ്മ പറയാണ്, 5 മിനിറ്റ് കൊണ്ട് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞ? 5 മിനിറ്റ്, രാത്രി 8:45 5 മിനിറ്റ് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം രക്ഷിതാക്കളെ നന്നായിട്ട് പറ്റിച്ചിട്ട് കുട്ടികൾ രാത്രി സമയത്ത് പുറത്ത് കറങ്ങാൻ പോകുന്നുണ്ട്. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വീട്ടിലേക്ക് കയറി വരിക. വാതിലിന് മുട്ടിയിട്ട് വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ശരിയാക്കും. രാവിലെ എഴുന്നേൽക്കില്ല, നേരം വൈകി എഴുന്നേൽക്കുക, 11 മണിക്ക് 12 മണിക്കൊക്കെ എഴുന്നേൽക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് അമിതമായിട്ട് അനാവശ്യമായിട്ടും പൈസ ചോദിക്കുക, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുക. അതേപോലെ വേറെയും കുറേ ചെറിയ ചെറിയ ലക്ഷണങ്ങളുണ്ട്. ചില പ്രത്യേക തരത്തിലുള്ള സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുക. അതേപോലെ ചുണ്ടിൻ്റെ നിറം മാറ്റം, കുട്ടികളുടെ ചുണ്ടിൻ്റെ നിറം മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ചുണ്ടിൻ്റെ നിറം, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു വിരകിയപ്പല്ല, അതിൻ്റെ പേരെന്താ? വിരയപ്പം തന്നെ അല്ലേ? അതിൻ്റെ നിറത്തിലേക്ക് ചുണ്ടിൻ്റെ നിറം മാറുക. പല്ലിലുണ്ടാവുന്ന കറുത്ത പോടുകൾ, പല്ലിൻ്റെ നിറം മാറ്റം, വെളുത്ത പല്ല് അതിൻ്റെ നിറം മാറി ചെറിയ ഒരു
കറുപ്പ് നിറഞ്ഞ നിറത്തിലേക്ക് മാറി വരിക. അതേപോലെ മോണയിൽ പൂപ്പലുണ്ടാവുക, കണ്ണിൻ്റെ വലിപ്പമാറ്റവും കണ്ണിലുണ്ടാവുന്ന ചുവന്ന പാടുകളും കണ്ണ് കലങ്ങുന്നതും ക്ഷീണമുള്ള കണ്ണുകളും ഒക്കെ ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. കണ്ണ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ സ്വഭാവത്തിലുള്ള മാറ്റം ഞാനിപ്പോൾ കുറേ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ആദ്യത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റബോധമാണ്. പിന്നെ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ പേടി? പേടിയും സംശയവും. ശ്രദ്ധിക്കണേ. പ്രധാനപ്പെട്ട ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പാരാനോയിക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു മാനസിക രോഗമുണ്ട്. അത് ഈ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യത്തേത് ശ്രദ്ധിക്കണേ, മറ്റുള്ള ആളുകളുടെ പെരുമാറ്റത്തിലും അവരുടെ ഉദ്ദേശശുദ്ധിയിലുമൊക്കെ സംശയവും പേടിയും. അതായത് ഉമ്മ എനിക്ക് സ്വത്ത് തരില്ലേ? കൂട്ടുകാരാ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ കൂട്ടുകാരാരാ? മദ്യപിക്കുന്ന ആള്. ഈ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടുകാരാരാ? ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കുടുംബക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കുടുംബ സംഗമങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അറിയാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ ഇത് നല്ലൊരു വേദിയാണ്. പിന്നെ ശ്രദ്ധിക്കണേ, വേറെയും കുറേ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക ഷെയ്പ്പിൽ മുടി വെട്ടിയ, കാതിൽ കടുക്കനിട്ട, കഴുത്തിൽ പച്ച കുത്തിയ കണ്ടിട്ടുണ്ടോ? ചില പ്രത്യേക ഷെയ്പ്പിലും കളറിലുമുള്ള ഡ്രസ്സിട്ട, പ്രത്യേക സംസാരമുള്ള, അതായത് ഒരു കാര്യം ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയുക, ചില പ്രത്യേക ആംഗ്യങ്ങൾ കാണിക്കുക, സംസാരിക്കുമ്പോൾ മാന്യത ഇല്ലാതെ സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അങ്ങനെ ചില ആളുകളുണ്ട്. ഇതൊക്കെ ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ അവസാനം പറഞ്ഞത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന് ചൂടില്ലാത്തതിന് അടി, കേട്ടിട്ടില്ലേ? പപ്പടം കൊടുക്കാത്തതിന് അടി, അച്ചാർ കൊടുക്കാത്തതിന് അടി. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് അടിപിടി ഉണ്ടാക്കുന്നത്, കലഹമുണ്ടാക്കുന്നതൊക്കെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കൃത്യമായിട്ട് തുടക്കത്തിലെ ചികിത്സ കൊടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ. ഇനി പറയുന്നത് ലഹരിയിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നാണ്. ഇതോടെ പറഞ്ഞിട്ട് നിർത്താം. ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ കുട്ടികളും കൗമാരക്കാരും ഒന്നും പോവാതിരിക്കാൻ എന്ത് ചെയ്യാം? അതാണ് രക്ഷിതാക്കളുടെ ആശങ്ക. ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. അവൻ ബൈക്ക് ചോദിച്ചപ്പോൾ ഞാൻ ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 80,000 രൂപയുടെ ആപ്പിൾ ഐഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ഫീസ് അടയ്ക്കുന്നുണ്ട്, യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കാൻ പോയത് എന്ന് ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? സ്നേഹമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്താ ചെയ്തത്? ബൈക്ക് വാങ്ങിക്കൊടുത്തോ? ഫോൺ വാങ്ങിക്കൊടുത്തോ? ഡ്രസ്സ് വാങ്ങിക്കൊടുത്തോ? ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു അല്ലേ? ഫീസ് അടച്ചോ? പുസ്തകം വാങ്ങിക്കൊടുത്തോ? ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാതെ പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതല്ലേ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലാണ്, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട്
എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ടുണ്ടോ? ഞങ്ങൾ ഒരു 24 വയസ്സുള്ള ഒരു കുട്ടിയെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു. 24 വയസ്സ്. അപ്പോൾ എല്ലാവരും ഓഫീസർമാരെല്ലാവരും കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഈ മയക്കുമരുന്ന് എവിടുന്നാണ് കിട്ടിയത്, ആരാ തന്നത് ഒക്കെ ഭീഷണിപ്പെടുത്തിയും പലതരത്തിലും ചോദിച്ചിട്ട് കുട്ടി ഒരു മറുപടിയും പറയുന്നില്ല. കുട്ടിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ സങ്കടം ഉള്ളിലിങ്ങനെ ഒതുക്കി വെക്കുകയാണ് കുട്ടി. അപ്പം ഞാൻ ഇരുന്ന കസേരയുടെ അടുത്തേക്ക് ഞാനൊരു കസേര വലിച്ചിട്ട് 24 വയസ്സുകാരനെ വിളിച്ചിട്ട് എൻ്റെ അടുത്തിരുത്തി തലയിൽ ഇങ്ങനെ തലോടി. നല്ല മുടിയുള്ള ഒരു കുട്ടിയാണ്. തലയിൽ ഇങ്ങനെ തലോടി ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, നീ എൻ്റെ അനിയനെ പോലെയാണ്. എന്താ പറഞ്ഞത്? നീ എൻ്റെ അനിയനെ പോലെയാണ്. അപ്പം ഈ കുട്ടി ഒരൊറ്റ കരച്ചില്ല. കുട്ടി അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോനെ ഇത് ആരാ തന്നത്, എവിടുന്നാ കിട്ടിയത്, ആരാ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്? ഈ കുട്ടി മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഒക്കെ പറഞ്ഞ ശേഷം കുട്ടി പറയാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അമ്മക്ക് സ്നേഹം മുഴുവൻ അനിയനോടാ. ഈ കുട്ടിക്ക് ഒരു അനിയനുണ്ട്, 19 വയസ്സുള്ള ഒരു അനിയനുണ്ട്. ആ അനിയൻ ഏതൊരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വീട്ടിൽ അമ്മയും ഈ കുട്ടിയും അനിയനും ഉള്ളത്. അച്ഛൻ ചെറിയ പ്രായത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. ഈ കുട്ടിക്ക് 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് കുട്ടി പറയാണ്, അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അപ്പോൾ എനിക്ക് സംശയമായി, പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് എന്നോട് വെറുപ്പാണ്, ദേഷ്യമാണെന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ പറയുന്നത്, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതെന്ന് വിചാരിച്ചു. അപ്പം അമ്മയെ വിളിച്ചു വരുത്തി അമ്മയോട് ഞാൻ കുറേ നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മക്ക് കുട്ടിയോട് ഒരു സ്നേഹവുമില്ല. എങ്ങനെ മനസ്സിലായത്? ഞങ്ങൾ പിടിക്കുമ്പോൾ ഈ കുട്ടി വന്നത് യമഹ R15 അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ പേരുള്ള ഒരു ബൈക്കിലാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ വില വരുന്ന ബൈക്കാണ്. നല്ല ബ്രാൻഡഡ് പാൻറ്റും ഷർട്ടുണ്ട്, നല്ല വിലയുള്ള ആപ്പിൾ ഐഫോൺ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, ഇതൊക്കെ ആരാ വാങ്ങിത്തന്നത്? ഇതൊക്കെ വാങ്ങിത്തന്ന അമ്മയാണ്. എല്ലാ പൈസൻ്റെ ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത അമ്മയാണ്. പക്ഷെ കുട്ടി പറയുന്നത്, അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അമ്മയെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അമ്മക്ക് കുട്ടിയോട് ഞാൻ അമ്മയോട് എന്താ ചോദിച്ചതെന്നറിയോ? നിങ്ങൾ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് തലയിൽ തലോടാറുണ്ടോ? കുട്ടിക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? കുട്ടിയുടെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ടോ? കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാറുണ്ടോ? എല്ലാ ചോദ്യത്തിനും ഉത്തരം എന്താ? ഇല്ല. അമ്മ ഒരു ഉദ്യോഗസ്ഥയാണ്, നല്ല സമ്പത്തുള്ള തറവാട്ടിലുള്ള അമ്മയാണ്, നല്ല പൈസ ഉണ്ട് കുടുംബത്തിൽ, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്, നല്ല ജോലിയുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ലക്ഷക്കണക്കിന് രൂപ മകന് വേണ്ടി അമ്മ ചെലവാക്കുന്നുണ്ട്. ഈ മകൻ ഒരു പാർട്ട് ടൈം കോഴ്സ് പഠിക്കുക, അതിൻ്റെ കൂടെ മെയിൻ പരിപാടി കൂട്ടുകാരുടെ കൂടെ ഈ ബൈക്കിൽ കറങ്ങലാണ്. ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. പക്ഷെ അമ്മക്ക് ഈ മകൻ്റെ കൂടെ ഇരിക്കാനോ അവൻ്റെ വിഷമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ അവനോട് ഇടപഴകാനോ സമയമില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ പൈസയോ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്ന കുറേ സാധനങ്ങളൊന്നുമല്ല അത്യാവശ്യമായിട്ട് വേണ്ടത്. കുട്ടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് രക്ഷിതാക്കളുടെ സാമീപ്യവും സമയവും സ്പർശനവുമാണ്. കുട്ടിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് എന്താ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം, എൻ്റെ അടുത്തിരിക്കണം, എന്നെ സ്പർശിക്കണം, അങ്ങനെയല്ലേ? അപ്പം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടത് ഇതാണ്. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കും വേണ്ടത് ഇത് തന്നെയാണ്. രക്ഷിതാക്കളുടെ സാമീപ്യവും സ്പർശനവും സ്നേഹവും ഒക്കെ കുട്ടിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സ്വകാര്യ സന്ദർഭങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക. അവർ പഠിക്കുന്ന സമയത്തോ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കണം. ഇടക്കിടക്ക് തലയിലൊക്കെ ഒന്ന് തലോടി ഒരു ഉമ്മ കൊടുത്താൽ കുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ആ അമ്മ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്തത്.
അമ്മ ചെയ്യാത്ത കാര്യം എന്താ? അമ്മയുടെ കൂടെ ഇരുത്തി കുട്ടിയുടെ തലയിലൊന്ന് തലോടി വിശേഷം ചോദിക്കാത്തതാ. അത് ഞാൻ ചെയ്തപ്പോൾ ഈ കുട്ടി എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറയാറുണ്ടോ എന്ന് ഉള്ളത് നിങ്ങൾ പരിശോധിക്കുക. നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കുക. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു മെഴുകുതിരി ഉരുക്കുന്നത് പോലെ എങ്ങനെ ഉരുകിത്തീരുന്നത് ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. എന്നിട്ട് മക്കളുടെ കൂട്ടുകാരാരാണെന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല. മക്കളുടെ വിഷമങ്ങൾ എന്താണെന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടൊന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ, എല്ലാ സമയവും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. നിസ്സാര കാര്യം വിശദീകരിച്ച് ഉമ്മ അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെ, ടീച്ചർ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു പറയാറുണ്ടോ? കൂട്ടുകാരങ്ങനെയാണ്, കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെയുണ്ട് പറയാറുണ്ടോ? ഇല്ലേ? പക്ഷെ രക്ഷിതാക്കൾ, പല അമ്മമാരും ഇത് കേൾക്കാൻ മനസ്സ് വെക്കാറില്ല. ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് മൂളിക്കൊടുത്താൽ മതി. അങ്ങനെയാണോ മോളെ? ഓ അങ്ങനെയാണോ? അങ്ങനെ വെറുതെ നിങ്ങളത് കേട്ട് മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തലച്ചോറിലേക്ക് കയറ്റിവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുട്ടികളുടെ പരാതിയും പരിഭവങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി. കാരണം ഇത് കേൾക്കാൻ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ കൂടെ ഇല്ല, എൻ്റെ രക്ഷിതാവ് കൂടെ ഇല്ല എന്ന് തോന്നുമ്പോഴാണ് ഈ കുട്ടികൾ ഇത് കേൾക്കുന്ന മറ്റാരെങ്കിലും കൂടെ പോകുന്നത്. അപ്പം നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കലാണ് ഇങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് കുട്ടികൾ പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ പരിപാടി. പിന്നെ കുട്ടികളുടെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. കുട്ടികളുടെ ധാർമ്മിക ബോധവും ജീവിത മൂല്യമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറയണം, കള്ളം പറയരുത്, പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലൊന്നും വീണു പോകരുത്, പ്രവർത്തിക്കുന്നതിന് മുന്നേ ചിന്തിക്കണം. ഇതൊക്കെ കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി. ഇതൊക്കെ ചെറിയ പ്രായത്തിലെ രക്ഷിതാക്കൾ ചെയ്യേണ്ടതാണ്. പിന്നെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, പുസ്തകം വായിക്കുക, വീട്ടിലെ എല്ലാ ജോലികളിലും രക്ഷിതാക്കൾ കുട്ടികളെ കൂടെ കൂട്ടുക. നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും ദിവസം വീട്ടിൽ മുറ്റമടിച്ച് വാരിയിട്ടുണ്ടോ? മുറ്റമടിച്ച് വാരുന്ന കുട്ടികളുണ്ടോ? ഉണ്ട്. പാത്രം കഴുകുന്ന കുട്ടികളുണ്ടോ? വസ്ത്രം അലക്കുന്ന കുട്ടികളുണ്ടോ? വീട്ടിൽ കൃഷി ചെയ്യുന്ന കുട്ടികളുണ്ടോ? വീട്ടിൽ പൂന്തോട്ടം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടോ? അതൊക്കെ രക്ഷിതാവ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ്. ചെറിയ പ്രായത്തിലെ ഇങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടായാലേ കുട്ടികൾ വലുതാകുമ്പോൾ, മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ അധ്വാനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മനസ്സിലാവും. രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് അച്ഛൻ അല്ലെങ്കിൽ ഉപ്പക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ അധികാരങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് പദവിയുടെ അധികാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ കുട്ടികൾ വികൃതി കളിച്ചാൽ ഉമ്മ പറയും, എന്താ പറയാ, ഉപ്പ ഇങ്ങോട്ട് വരട്ടെ. അത് കേട്ടാ പിന്നെ കുട്ടി വികൃതി കളിക്കൂല. അല്ലെങ്കിൽ മാഷോട് പറയും, അല്ലേ? മാഷോ അല്ലെങ്കിൽ ഉസ്താദിനോട് പറയട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒരു വികൃതിയും കളിക്കൂല. ഇന്നത്തെ കുട്ടിയോട് നിങ്ങൾ ഉപ്പ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ മാഷോട് പറയും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്തുകൊണ്ടാ കുട്ടികൾക്ക് ഉപ്പയെ അല്ലെങ്കിൽ അച്ഛനെ വിലയില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? എങ്ങനെയാ? 5 മിനിറ്റ് നിർത്താം. എന്തുകൊണ്ടാണ് ഉപ്പയെ കുട്ടികള് ബഹുമാനിക്കാത്തത്? രക്ഷിതാക്കൾ പറയുന്ന പരാതിയാ. കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന അമ്മമാര് ഉപ്പയും പറയാണ്, എന്നോട് പറയാ, സാറൊന്ന് പറയുന്നു. എന്നോട് പറയാ, അവര് വളർത്തി വലുതാക്കി മുട്ടിലഴഞ്ഞപ്പോൾ കയ്യിൽ തൂക്കിപ്പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച 10 മാസം ഗർഭം ചുമന്ന അമ്മ എന്നോട് പറയാ, ചോറുരുള വാരി ഊട്ടിയ അമ്മ എന്നോട് പറയാ, എന്ത് സാറൊന്ന് പറയും, ഞാൻ പറഞ്ഞാൽ കേൾക്കൂലെന്ന്. എന്താ കേൾക്കാത്തത്? എന്താ ഉപ്പയെ പേടിയില്ലാത്തത്? എന്താ ഉപ്പയോട് ബഹുമാനമില്ലാത്തത്? അതാര് നഷ്ടപ്പെടുത്തി എന്നുള്ള ചോദ്യമാണുള്ളത്. ആരാ നഷ്ടപ്പെടുത്തിയത്? ഈ ഉപ്പയും ഉമ്മയും തന്നെയാണ്. മക്കളുടെ സാന്നിധ്യത്തിൽ ഉപ്പയും ഉമ്മയും വഴക്ക് കൂടുക,
ഉപ്പയെ പറ്റി ഉമ്മ കുറ്റം പറയാ. എല്ലാരും കേട്ടോ, ഉപ്പയെ പറ്റി മക്കളുടെ സാന്നിധ്യത്തിൽ ഉമ്മ കുറ്റം പറയാ. ഉപ്പയും ഉമ്മയും മക്കളുടെ സാന്നിധ്യത്തിൽ വഴക്ക് കൂടുക. തിരിച്ചും പണ്ടൊക്കെ വല്യമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാര് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴ് അല്ലെങ്കിൽ ചോറ് വാരി കൊടുക്കുമ്പോഴ് എന്താ പറയാ, നിന്റെ ഉപ്പ വലിയൊരു വീരശൂര പരാക്രമിയായിരുന്നു, ആണോ അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അല്ലേ? കൊടുക്കൂലേ? കൊടുക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തത് കേട്ട് വളർന്ന മക്കൾക്ക് ഉപ്പയോട് ബഹുമാനം ഉണ്ടാവും. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ ഈ പൊരിവെയിലും മഴയും പൊടിയും പുകയൊക്കെ കൊണ്ടിട്ടാണ് ഉപ്പ ജോലി ചെയ്യുന്നത്. ഉപ്പ ജോലി ചെയ്തിട്ടാണ് വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഉമ്മ അവരുടെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഒരു ദുശീലത്തിലേക്കും പോവില്ല. എന്താ പറഞ്ഞത്? ഈ പൊരിവെയിലും മഴയും പൊടിയും പുകയും കൊണ്ട് ജോലി ചെയ്തിട്ട് ഉപ്പ സമ്പാദിക്കുന്ന കാശ് കൊണ്ടാണ് വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് അമ്മമാർക്ക് മടിയില്ലെങ്കിൽ അവരുടെ കുട്ടികൾ ഒരു തെറ്റിലേക്കും പോവില്ല. പറഞ്ഞു കൊടുക്കണം. ഉപ്പയുടെ കഷ്ടപ്പാട്, ഉമ്മയുടെ കഷ്ടപ്പാട്, വളർത്തി വലുതാക്കിയതിലുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തി വലുതാക്കണം. മുന്നിലിരുത്തി പ്രസംഗിക്കുന്നതോടെ പറയണമെന്നല്ല പറഞ്ഞത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെ പറയണം അച്ഛൻ്റെ അമ്മൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ കഷ്ടപ്പാട്. അത് മക്കൾ കേട്ട് വളർന്നാൽ മക്കൾ ഒരു തെറ്റിലേക്കും പോവില്ല. മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നതും കുറ്റം പറയാൻ പഠിപ്പിക്കുന്നതും ഒക്കെ രക്ഷിതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ? വീടാണ് ആദ്യത്തെ വിദ്യാലയം, രക്ഷിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ. അപ്പം നമ്മൾ ലഹരി വിൽക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുട്ടി നല്ല കുട്ടിയാണെങ്കിൽ ഏത് ലഹരി വിൽപ്പനക്കാരൻ വന്ന് സാധനം കൊടുത്താലും പറയും ഞാൻ വാങ്ങില്ല, കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാണ്. ഞാൻ ഈ സാധനം വാങ്ങി ഉപയോഗിച്ചാൽ അവർക്ക് വിഷമമാവും, അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ വാങ്ങില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവണം. അതല്ലാതെ നമ്മൾ ലഹരി വിൽക്കുന്ന ആളെയും മറ്റുള്ള ആളുകളെയും നാട്ടുകാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം